കേരള സ്റ്റൈൽ ചിക്കൻ കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാവുകയാണ്. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. കടുക് അതിനകത്ത് ഇടുകയാണ്. കുറച്ച് കടുക്. തീരെ കുറച്ചിട്ടാണ് നമ്മൾ കടുക് പൊട്ടിക്കേണ്ടത്. അല്ലെ നേരത്തെ പിന്നെ കണ്ണും പൊട്ടിയിരിക്കേണ്ടത്. സവാള അരിഞ്ഞത് അല്പം ചേർക്കാം. സവാള, ഇഞ്ചി, സവാള ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. നല്ല കരിഞ്ഞു. നല്ല ബ്രൗൺ കളർ ആകുമ്പോഴാണ് ഇത് നമ്മൾ അതിനകത്തോട്ട് ഇഞ്ചി ഇട്ടിടേണ്ടത്. ഇപ്പോൾ അത് വഴണ്ടോണ്ടിരിക്കുകയാണ്. സവാള നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലാതെ കരിഞ്ഞു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് വേണം. അടിക്ക് പിടിക്കാൻ നന്നായി ഇളക്കി കൊടുക്കും. സൗകര്യം കുറവെങ്കിലും അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഒരു ഹോസ്റ്റലാണ്. വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ സവാള. കരിഞ്ഞിട്ടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്ത് അല്പം കൂടെ അത് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. എണ്ണയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തക്കാളി ആഡ് ചെയ്യാം. തക്കാളി അധികം ചെറിയ മീഡിയം പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അത് നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് അത് ഇട്ടേക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കെമിക്കലുകളൊക്കെ ഇതിനകത്ത് നല്ലോണം ചേർക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ തൊലി കളഞ്ഞാൽ പുഴുങ്ങിയിട്ട് തൊലി കളയണം. ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് തൊലി കളയാൻ ഈസി ആയിരിക്കും. അതായിരിക്കും ഇന്നിവിടെ നല്ലത്. നമ്മുടെ ശരീരമാണ് നമുക്ക് പ്രധാനം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ച ചുവ മാറിക്കിടണം. നന്നായിട്ട് വഴണം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് ഇറങ്ങി തെളിഞ്ഞ് വരുന്നുണ്ട്. എണ്ണയൊക്കെ നമുക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ടോപ്പിലിച്ച് അല്പം വിതറി കൊടുക്കുക. ആവശ്യത്തിന് മാത്രം വിതറിയാൽ മതി. ഉപ്പ് കൂടിപ്പോയാൽ പണിയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചതച്ചതും മിക്സ് ചെയ്ത് അരമണിക്കൂർ 20 മിനിറ്റ്സ് നമ്മൾ അടച്ചു വെച്ചൊരു ചിക്കനാണ്. ഇതിനകത്ത് നമ്മൾ സോൾട്ടും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇത് ഒരു 20 മിനിറ്റ് അടച്ചു വെക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അതെല്ലാം അതിൻ്റെ മസാലാസ് എല്ലാം അതിനകത്ത് പിടിക്കണം. നന്നായിട്ട് വഴണ്ട് വന്നതിനകത്തോട്ട് അല്പം ഉരുളക്കിഴങ്ങ് ഇടാം. ഉരുളക്കിഴങ്ങ് അധികം അത് കുറച്ച്, നമുക്ക് അധികം ചിക്കൻ ഉള്ളത് മാത്രമാണ് ഇത്ര ഇട്ടത്. ആവശ്യത്തിന് ഇടാം. നമ്മുടെ ഓരോരുത്തരുടെ ഓരോ രുചിക്കനുസരിച്ച്. നമ്മളിപ്പോൾ ഇത്രയും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വഴണ്ട് വരണം. അതിനകത്തോട്ട് നല്ല മിക്സ് ചെയ്യണം. ആ മസാലസൊക്കെ ആ ഉരുളക്കിഴങ്ങിലോട്ട് പിടിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചിക്കൻ നമ്മൾ മസാല ചേർത്ത് വെച്ച ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ അധികം കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇച്ചിരി കൂടെ വലിയ പാത്രമാണ് നല്ലത്. നമുക്കിവിടെ സൗകര്യം കുറവ്, പാത്രം കുറവ്. അതുകൊണ്ട് നമ്മൾ ഈ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതേ ഉള്ളായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
നന്നായി ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെക്കണം. ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം മറ്റു സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് തീരെ കുറച്ച് വെച്ചിട്ടാണ് അത് നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം. ചെറുകെ ഇരുന്ന് വരുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യാം. തേങ്ങയാണ് നന്നായിട്ട് അത് നമുക്ക് മിക്സ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് നമ്മൾ തവിയും കൊണ്ട് അരച്ചെടുക്കുകയാണ്. തേങ്ങ വറുത്തതാണ്, നമ്മൾ അരച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഓൾറെഡി മല്ലിപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്, അല്പം മല്ലിയിലയും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തു. മിക്സി ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് നന്നായിട്ട് കഴുകിയ ശേഷം ഗ്ലാസിന്റെ അടിഭാഗം കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ തവിയും കൊണ്ട് ചെയ്തു, എല്ലാവർക്കും ഓരോ വാക്കാണ്. പിന്നെ ഇടിക്കാൻ പറ്റിയ ഒരു കല്ലുണ്ട്, ഇടിക്കല്ലുണ്ടെങ്കിൽ അതിനകത്തിട്ട് ഇടിക്കാം. നമുക്ക് അതൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ ചെയ്യുന്നു. ആവി പാറുന്ന ചിക്കനാണ്. നമ്മള് ഇത് നന്നായിട്ട് അത് മസാലാസ് ഒക്കെ പിടിച്ചിട്ടുണ്ട്, ചിക്കൻ വെന്തിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തോട്ട് വറുത്തരച്ച നമ്മുടെ ആ തേങ്ങ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അതിനകത്ത് യോജിച്ച് വരുന്നിട്ടുണ്ട്. അത് മസാലാസും നമ്മുടെ വറുത്തരച്ച തേങ്ങയും എല്ലാം നന്നായിട്ട് അതിനകത്ത് പിടിച്ചു വരുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ അത് അടച്ചു വെക്കാം. എല്ലാം നല്ലവണ്ണം തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ. അപ്പൊ അതിനകത്ത് അല്പം മല്ലിയില നമുക്ക് ആഡ് ചെയ്യാം. മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു അടച്ചു വെക്കാം. തീ ഓഫ് ആക്കിയിട്ട് തന്നെ നമുക്ക് അടച്ചു വെക്കാം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പാത്രം കൊണ്ട് അടച്ചു വെക്കുക. അപ്പം ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അതിന്റെ ഗ്രേവിയും കാര്യങ്ങളും ആ കഷ്ണങ്ങളിലെല്ലാം പിടിച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച നല്ല ഒന്നാന്തരം കറിയാണ്. നമുക്ക് ചോറിന്റെ കൂടെ ഒരു പിടി പിടിക്കാം. അത്രേ ഉള്ളൂ. ഞാനൊന്ന് പിടി പിടിച്ചിട്ട് ഇപ്പൊ